കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സവിശേഷതകളുള്ള ഒരു വർഷമായിരുന്നു 1978. 1978 രണ്ടാം പാദത്തിൽ 3 മാസത്തിനുള്ളിൽ കത്തോലിക്ക സഭയിൽ നടന്നത് ഒന്നല്ല 2 കോൺക്ലേവുകളാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ആദ്യ കോൺക്ലേവ് ഓഗസ്റ്റ് മാസം നടക്കുകയുണ്ടായി. 3ാമത്തെ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ബെനീസിലെ പാത്രിയാർക്കീസ് ആയിരുന്ന കർദിനാൾ അൽബീനോ ലൂച്ചിയാനി ആയിരിക്കും മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുക എന്ന് കർദിനാൾമാർക്ക് ബോധ്യമായി. 4ാമത്തെയും അവസാനത്തെയും റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കർദിനാൾ അൽബീനോ ലൂച്ചിയാനി തന്നെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ കാമർലിംഗോ ആയിരുന്ന കർദിനാൾ ജീൻ മാരി വില്ലോഡ് കർദിനാൾ ലൂച്ചിയാനിയോട് ഈ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി രസകരമായിരുന്നു. നിങ്ങൾ ചെയ്ത ഈ തെറ്റിന് ദൈവം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കട്ടെ. എങ്കിലും അദ്ദേഹം മാർപ്പാപ്പയാകാനുള്ള വിളി സ്വീകരിച്ചു. മാർപ്പാപ്പയായതിനു ശേഷം അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് ജോൺ പോൾ ഒന്നാമൻ എന്നായിരുന്നു. തന്നെ ബിഷപ്പായി അവരോധിച്ച ജോൺ 23ാമൻ മാർപ്പാപ്പയുടെയും കർദിനാളായി തന്നെ നിയമിച്ച പോൾ ആറാമൻ മാർപ്പാപ്പയുടെയും ഓർമ്മയ്ക്കായി അദ്ദേഹം സ്വീകരിച്ച പേരായിരുന്നു ജോൺ പോൾ ഒന്നാമൻ. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മാർപ്പാപ്പ 2 പേരുകൾ സ്വീകരിക്കുകയും തന്റെ പേരിന്റെ കൂടെ ഒന്നാമൻ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. പീപ്പിൾ കോൺക്ലേവിന്റെ സമയത്ത് കർദിനാൾ ലൂച്ചിയാനിയുടെ അടുത്തിരുന്നത് കർദിനാൾ ജെയ്മി സിൻ ആയിരുന്നു. 3ാം റൗണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കർദിനാൾ സിൻ ലൂച്ചിയാനിയോട് പറഞ്ഞു, താങ്കളായിരിക്കും അടുത്ത മാർപ്പാപ്പയാവുക. തിരഞ്ഞെടുപ്പിന് ശേഷം കർദിനാൾ സിന്നിനോട് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയുണ്ടായി, നിങ്ങൾ ഒരു പ്രവാചകനായിരുന്നു, പക്ഷേ എന്റെ ഭരണം അത് വളരെ ഹ്രസ്വമായിരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ തന്നെ പിന്നീട് സംഭവിച്ചു. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 33ാം ദിവസം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ കാലം ചെയ്തു. സഭയെ അല്പനേരത്തേക്ക് പ്രകാശമാനമാക്കിയ ഒരു വാൽനക്ഷത്രം എന്നായിരുന്നു അന്ന് ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചത്. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ മരിക്കുന്ന സമയം റോമിൽ മറ്റൊരിടത്ത് പോളിഷ് കർദിനാളായ കർദിനാൾ കരോൾ വോയ്റ്റീവയും ഓസ്ട്രിയൻ കർദിനാളായ കർദിനാൾ ഫ്രാൻസ് കൂനിഗും ഭക്ഷണം കഴിക്കുകയായിരുന്നു. ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മരണവിവരമറിഞ്ഞ കർദിനാൾ വോയ്റ്റീവയുടെ കയ്യിലിരുന്ന സ്പൂൺ താഴെ പോയി എന്നാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ വിവരിക്കുന്നത്. മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവ് അധികം വൈകാതെ തന്നെ ആരംഭിച്ചു. ആ ഒരു കോൺക്ലേവിൽ കർദിനാൾ വോയ്റ്റീവ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടു. കർദിനാൾ കൂനിഗാണ് വോയ്റ്റീവയുടെ തിരഞ്ഞെടുപ്പിൽ വലിയൊരു പങ്ക് വഹിച്ചത്. ആദ്യം പോളണ്ടിന്റെ വിശുദ്ധനായ വിശുദ്ധ സ്റ്റെനിസ്ലാവൂസിന്റെ പേര് സ്വീകരിക്കാനാണ് കർദിനാൾ കരോൾ വോയ്റ്റീവ തീരുമാനിച്ചത്. എന്നാൽ കോനിഗിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം തന്റെ മുൻഗാമിയുടെ പേര് സ്വീകരിച്ചു. അങ്ങനെ കർദിനാൾ കരോൾ വോയ്റ്റീവ നാം ഇന്നറിയുന്ന ലോകം ഏറെ സ്നേഹിക്കുന്ന മാർപ്പാപ്പയായ വിശുദ്ധനായ ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പയായി മാറി.